മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഏറ്റവും പുതിയ സിനിമ കൂലിയുടെ ട്രെയിലറിൽ അവസാനം കാണിക്കുന്ന രജനിയുടെ ഒരു ഡി-ഏജിംഗ് ലുക്ക് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. ഇത് ഭാഷ എന്ന സിനിമയിലെ ഒരു റെഫറൻസ് ആണോ അതോ മറ്റേതെങ്കിലും സിനിമയിലെ റെഫറൻസ് ആണോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ അനിരുദ്ധിന്റെ മ്യൂസിക്കിലും എത്തുന്ന കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ്. സിനിമയുടെ ട്രെയിലറിന് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. ട്രെയിലറിന്റെ അവസാനം രജനിയുടെ ഒരു ഡി-ഏജിംഗ് ലുക്ക് പ്രത്യക്ഷപ്പെട്ടത് വലിയ ട്രെൻഡിങ് ആയിരുന്നു. സിനിമയുടെ ഫ്ലാഷ് ബാക്ക് സീനിലേക്ക് വേണ്ടിയുള്ളതാണ് ഈ രംഗമെന്നും ഭാഷാ റെഫറൻസ് ആണ് ലോകേഷ് ഉദ്ദേശിച്ചതെന്നും കമന്റുകൾ ഉയർന്നിരുന്നു. എന്നാൽ രജനിയുടെ ഈ ഫ്ലാഷ് ബാക്ക് ലുക്ക് 1981 പുറത്തിറങ്ങിയ തീ എന്ന സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉപയോഗിച്ചതാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ തിയറികൾ. ആർ കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത തീയിൽ രാജ എന്ന കൂലിയായിട്ടാണ് രജനീകാന്ത് എത്തിയത്. കൂലി ട്രെയിലറിൽ രജനീകാന്ത് ഒരു പ്രത്യേക സ്റ്റൈലിൽ സിഗരറ്റ് വലിക്കുന്നുണ്ട്. തീയിലെ രജനിയുടെ കഥാപാത്രവും ഇതേ സ്റ്റൈലിലാണ് സിഗരറ്റ് വലിക്കുന്നത്. ഒപ്പം തന്റെ മെറ്റൽ ബാഡ്ജിൽ തീപ്പെട്ടിക്കൊള്ളികൊണ്ട് ഉരച്ച് സിഗരറ്റ് കത്തിക്കുന്ന ഷോട്ട് കൂലി ട്രെയിലറിൽ കാണാം. ഇത് തീയിലെ രജനീകാന്തിന്റെ അതേ സ്റ്റൈലാണെന്നും സോഷ്യൽ മീഡിയ കണ്ടെത്തിയിട്ടുണ്ട്. തീയുടെ റീമേക്കാണ് ഈ ലോകേഷ് കനകരാജ് ചിത്രമെന്നും സംശയങ്ങൾ ഉയർന്നിരുന്നു. ചിത്രം ആഗസ്റ്റ് 14 പുറത്തിറങ്ങും. സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും ആരാധകരിൽ നിന്ന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. കൂലിയുടെ ഡബ്ബിംഗ് കഴിഞ്ഞ ശേഷം രജനീകാന്ത് തന്നെ കെട്ടിപ്പിടിച്ചെന്നും മണിരത്നം ചിത്രം ദളപതി സിനിമ കണ്ട പോലെ തോന്നിയെന്നും പറഞ്ഞതായി ലോകേഷ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് കൂലിയുടെ നിർമ്മാണം. ബോളിവുഡ് താരം അമീർ ഖാനും ചിത്രത്തിൽ എത്തുന്നുണ്ട്. ദഹ എന്നാണ് സിനിമയിൽ അമീർ ഖാന്റെ കഥാപാത്രത്തിന്റെ പേര്. അമീർ ഖാൻ രജനിക്കൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെന്നും ആക്ഷൻ സീനുകൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ നടനായി ലോകേഷ് കനകരാജ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുമാണ് വിവരം. നാഗാർജുന അക്നേനി, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ ഷാഹിർ, ശ്രുതി ഹാസൻ, റീബ മോണിക്ക ജോൺ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അനിരുദ്ധ് രവിചന്ദ്രനാണ് ഈ ഒരു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നിങ്ങൾ കൂലി എന്ന ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ഒരു ആരാധകനാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക.